ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കിച്ചണിൽ ഈ സ്ഥലങ്ങളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന എക്സോസ്റ്റിനെ കുറിച്ചിട്ടാണ്. അത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് പണ്ട് ഉപയോഗിച്ചിട്ട് സ്ക്വയർ ടൈപ്പാണ് വന്നിരുന്നത്. അതായത് ബാക്ക് സൈഡ് സ്ക്വയർ വന്നിട്ട് അത് കറക്റ്റ് കട്ടായിട്ട് ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന ബാത്റൂമുകളിലും അതുപോലെ തന്നെ വയ്ക്കുന്ന എക്സോസ്റ്റുകളെല്ലാം തന്നെ സൈലൻറ്റ് എക്സോസ്റ്റുകളാണ്. ഒട്ടും തന്നെ സൗണ്ട് കാര്യങ്ങളില്ല. ഇതുപോലെ പൈപ്പ് ടൈപ്പ് ആയിരിക്കും. അതല്ല, ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് 6 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് സൂട്ടായിട്ടിരിക്കുന്നത്, 8 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്ക്, 10 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്ക്, 12 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്ക്, ഇങ്ങനെ പൈപ്പ് ടൈപ്പാണ് വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പൈപ്പ് ടൈപ്പ് ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ പൈപ്പിലേക്ക് ഈ പറയുന്ന ഫിറ്റിങ്സ് കാര്യങ്ങൾ ഇറങ്ങിയിരിക്കുകയും ചെയ്യും. പുറത്തു നിന്നുള്ള, അതായത് എവിടെയാണെന്ന് വെക്കുന്ന എയർ കാര്യങ്ങളെല്ലാം തന്നെ വലിച്ച് ഫുൾ പുറത്തേക്ക് കളയുന്ന ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ടൈപ്പ് ആവുന്ന സമയത്ത് അത് ആ ഏരിയയിൽ നമ്മൾ വലിച്ച് പുറത്തേക്ക് കളയുന്ന സമയത്ത് സൈഡിലൂടെ പുറത്തേക്ക് തന്നെ, അതായത് നമ്മൾ വലിക്കുന്ന എവിടെയാണ് അവിടെ തന്നെ പോകുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇതിൻ്റെ ബാക്ക് സൈഡ് പൈപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ചോളം ഉള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. അതാണ് ആ എയർ ഫുള്ളായിട്ട് പുറത്തേക്ക് കളയാനുള്ള ചാൻസസ് കൂടുതൽ. ഇതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ഇതാണ് അതിൻ്റെ ഫാൻ വരുന്നത്, ഇതാണ് അതിൻ്റെ വാവട്ടം വരുന്നത്. 6 ഇഞ്ച് പൈപ്പാണ്. ഇപ്പോൾ 6 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് കൊടുക്കുന്ന എക്സോസ്റ്റാണ് ഇതിൽ കാണുന്നത്. അതിന് മുന്നേ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ കല്ല് കെട്ടുന്ന സമയത്താണെങ്കിലും എവിടെയാണോ നമ്മൾ എക്സോസ്റ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കറക്റ്റായിട്ട് ഒരു 10 ഇഞ്ച് വീതിയിൽ 10 ഇഞ്ച് നീളത്തിൽ വരുന്ന 6 ഇഞ്ചിൻ്റെ പൈപ്പുകൾ, PVC പൈപ്പുകൾ, അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 8 ഇഞ്ചിൻ്റെ PVC പൈപ്പുകൾ നമ്മൾ കറക്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കടയിൽ. അത് കറക്റ്റ് ഉറപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന എക്സോസ്റ്റ് അതിലേക്ക് സിമ്പിളായിട്ട് പിടിപ്പിക്കാൻ സാധിക്കും. ബാത്റൂമിലാണെങ്കിൽ നമുക്ക് 6 ഇഞ്ചിൻ്റെ എക്സോസ്റ്റ് മതി, അതായത് 6 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ടുള്ള എക്സോസ്റ്റ് മതി. 8 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 8 ഇഞ്ച് എന്ന് പറയുന്നത് കിച്ചണിലെ ഏരിയയിലൊക്കെ നമുക്ക് അത്യാവശ്യം എയർ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കളയണം. അപ്പോൾ അതുകൊണ്ട് കിച്ചണിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് 8 ഇഞ്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല റൂമുകളിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് കൊടുക്കാം. 8 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് എയർ വലിച്ച് പുറത്തേക്ക് കളയും. അപ്പോൾ അത്യാവശ്യം റൂമിൻ്റെ അകത്ത് വരുന്ന കൂളിംഗ് സിസ്റ്റം പക്കയായിട്ട് വർക്ക് ചെയ്യും. റൂമിൻ്റെ അകത്തും നമുക്ക് എക്സോസ്റ്റ് കൊടുക്കാം. ഇനി ഇതെങ്ങനെ പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ക്യാപ്പ് ഉണ്ടോ, ആ ഫ്രണ്ടിൽ കാണുന്ന ക്യാപ്പ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ ഒന്ന്, അതായത് ടെസ്റ്ററോ അതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് സിസ്റ്റമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ലോക്ക് സിസ്റ്റമാണ്. അത് പിടിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോരുന്നതായിരിക്കും. ഇതിൻ്റെ ആ ഗ്രില്ലാണ് വരുന്നത്, ഫ്രണ്ടിലെ ഗ്രില്ലാണ് ഈ വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പൈപ്പിലേക്ക് ഈ വെച്ചതിന് ശേഷം 4 സ്ക്രൂ ആണുള്ളത്. 4 സൈഡിൽ നിന്ന് 4 സ്ക്രൂ ആണുള്ളത്. ഫിഷർ ചെയ്ത് വെക്കുക. 2 വെക്കരുത്. 2 വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കോൺ ടു കോൺ 4 തന്നെ 2 കൊടുക്കരുത്, 4 തന്നെ കൊടുക്കണം. കാരണം ഇത് അതിൻ്റെ മെറ്റീരിയൽ അത്രയും ഭിത്തിയോട് അടുത്തിരുന്നാൽ മാത്രമേ സൈലൻറ്റ്, അതായത് ഒട്ടും സൗണ്ട് കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ സപ്ലൈ വയർ നോക്കുക. 2 വയറാണ് വന്നിരിക്കുന്നത്, ഒന്ന് ഫേസും ഒരു ന്യൂട്രും. അങ്ങനെ 2 വയറാണ് വന്നിരിക്കുന്നത്. ഈ 2 വയർ നമ്മൾ എവിടെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലഗിലേക്കോ അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാപ്പ് എടുത്ത് ഫിറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഫിഷർ ചെയ്ത് സ്ക്രൂ ചെയ്തതിന് ശേഷം ഈ ക്യാപ്പ് നമ്മളിങ്ങനെ ജസ്റ്റ് വെച്ചതിന് ശേഷം ആ ലോക്ക് നോക്കിയതിന് ശേഷം ജസ്റ്റ് അമർത്തി കൊടുത്താൽ മാത്രം മതി. പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കാണ്, ആ ലോക്ക് സിമ്പിളായിട്ട് വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തി എപ്പോഴും ലെവലായിരിക്കണം. ഭിത്തി ലെവലല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ലോക്ക് വീഴണമെന്ന് നിർബന്ധമില്ല. അതായത് തേക്കുന്ന സമയത്ത് ഭിത്തി ലെവലായിരിക്കണം. അത് മാത്രമല്ല 4 സ്ക്രൂവും തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ ഭിത്തി ചരിവുണ്ടെങ്കിൽ നമ്മൾ 4 സ്ക്രൂ കൊടുക്കുന്ന സമയത്ത് എക്സോസ്റ്റ് ഒരു സൈഡിലേക്ക്, അതിൻ്റെ ബീഡിങ് ഒരു സൈഡിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്ന ക്യാപ്പ് കറക്റ്റ് സൂട്ടാവാതെ വരും. അതുകൊണ്ട് ഭിത്തി എപ്പോഴും ലെവലായിരിക്കണം. എക്സോസ്റ്റിൻ്റെ ഏരിയയിൽ വെക്കുന്ന ഏരിയയിൽ നല്ല നീറ്റായിട്ട് തേച്ച് ക്ലിയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ വയ്ക്കുന്ന എക്സോസ്റ്റ് ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ വയ്ക്കാം, 10 ഇഞ്ചിൻ്റെ വയ്ക്കാം. കോമൺലി നമ്മൾ 8 ഇഞ്ചിൻ്റെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൈലൻറ്റ് എക്സോസ്റ്റുകളാണ് ഇതെല്ലാം തന്നെ, അതായത് ഒട്ടും തന്നെ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അതല്ല റൂമിൽ വയ്ക്കണമെങ്കിലും ഈ എക്സോസ്റ്റ് നമുക്ക് കൊടുക്കാം. ഒട്ടും തന്നെ സൗണ്ട് കാര്യങ്ങളില്ല. റൂമിൻ്റെ അകത്ത് നമ്മൾ എക്സോസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് കൊടുക്കാം. ഇതെങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ എടുക്കുന്ന വാട്ട്സ് 17 വാട്ട്സാണ് പറയുന്നത്. 17 വാട്ട്സ് നിസ്സാര വാട്ട്സാണ് വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലും നമുക്ക് ഇതുപോലുള്ള ചെയ്യാനുള്ളൊരു വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm
You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall.